ഒരു സൂപ്പർ പോരാട്ടം മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കാലം കരുതി വെച്ച കായികാവേശത്തെ കളിക്കളത്തിലേക്ക് പകർത്തിയെഴുതിയ നാമധേയം. കോട്ടയത്തിന്റെ മണ്ണിൽ 2013 തുടങ്ങിയ തേരോട്ടത്തെ 2017 വരെ കൊണ്ടുപോയ വടംവലി ലോകത്തിന്റെ എൻസൈക്ലോപീഡിയ എന്ന ഒറ്റനാമത്തിൽ വിശേഷിപ്പിക്കാവുന്ന സാക്ഷാൽ റോയ് നീലൂർ എഴുതി ചേർത്ത് കൊടുത്ത 3 അക്ഷരം ആഹാ എന്ന പൊന്നും വിലയുള്ള പേരിനെ പിന്നീട് മലപ്പുറത്തിന്റെ മണ്ണിലേക്കൊന്ന് പകർത്തി എഴുതി ആഹാ നീലൂരിന് പകരക്കാരായി ആഹാ ഫണ്ട്സ് എടപ്പാളെന്ന പേരും പെരുമയും 1-ാം നമ്പറിൽ പപ്പനും 2-ാം നമ്പറിൽ ബനാത്തും 3-ാം നമ്പറിൽ നൌഷാദും 4-ാം നമ്പറിൽ മുഹമ്മദും 5-ൽ പ്രജിത്തും 6-ൽ സണ്ണിയും പിന്നെ സാദത്തെടപ്പാളും അടങ്ങുന്ന ഒരു നിരയെ കേരളക്കരയ്ക്ക് ഒരു കാലഘട്ടത്തിൽ സമ്മാനിച്ചുവെങ്കിൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എപ്പോഴും ഒരു പുഴയെന്ന് 2ആയി തിരിഞ്ഞ് 2 വഴികളിലൂടെ സഞ്ചരിച്ച് ഒന്നിച്ചൊന്നായി കടലിൽ ചെന്ന് ചേരാൻ വെച്ച് കടന്നു പോകുന്നുവെങ്കിൽ 2025 സീസൺ ഒരുപക്ഷെ നാട്ടുനന്മയുടെ നാട്ടുവെളിച്ചമൺ എടപ്പാളിന്റെ മണ്ണിലേക്ക് വിരുന്നെത്തുന്നൊരു സീസണായി കണ്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാം തുടക്കം കുറിച്ച് കടന്നു പോകുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും 2ആയി തിരിഞ്ഞു നിന്നവർ പിന്നീട് ഒരേ കുപ്പായത്തിലേക്ക് ചേക്കേറാൻ ഒരു സന്മനസ് കാണിച്ചതിന്റെ ഒരുപാട് വലിയ സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് പല മത്സരവേദികളിലേക്കും കടന്നെത്തി ഓടി വന്ന് കടന്നുപോയ കളിക്കൂട്ടുകാരുടെ ഗണത്തിലേക്ക് പുറത്തു നിൽക്കുന്നവർ എതിരാളികൾ ആരായാലും 2 ടീമിന്റെയും പുറത്തുനിന്ന് വായിച്ചെടുത്താൽ ബ്രൈറ്റ് എന്നൊരു പേര് 2 ടീമിന്റെയും പുറത്തുനിന്ന് കുത്തിവെച്ചിട്ടുണ്ടാകും. ഒരു കൂട്ടരിൽ ചിലരെല്ലാം ചാഞ്ഞും ചെരിഞ്ഞും നോക്കുന്നുണ്ട്. ഒരു പുറത്ത് ഇംഗ്ലീഷിലാണെങ്കിൽ മറുപുറത്തത് മലയാളത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളിത്തെളിച്ചത്തിന്റെ വെള്ളിച്ചില്ലം വിതറുന്ന ഒരു പോരാട്ടത്തിന്റെ വേദിയിലേക്ക് ഗഫൂർ ബ്രൈറ്റിന്റെ കയ്യം പിടിച്ച് തന്നെ പല പടക്കളങ്ങളിലേക്ക് നടന്നു കയറിയ ചരിത്രമുള്ളവർ. എന്നാൽ കരക്കിരുന്ന് കൈയടിക്കുന്നവർക്ക് കൈയടിക്കാൻ ഒരുപാട് അവസരം ഉണ്ടാക്കി കൊടുത്തുവെങ്കിൽ കരക്കിരുന്ന് വെറുതെ കരക്കമ്പി വിളയുന്നവർക്ക് കഥ പറയാനും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത കളിക്കൂട്ടുകാർ കരക്കമ്പി വിളയുന്നവരിങ്ങനെ കരക്കമ്പി മെനഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ സാധ്യതകൾ മൊബൈൽ ഫോണിൽ വെറുതെ തോണ്ടി വിളിക്കുക എന്നത് മാത്രമാണെങ്കിൽ കളിക്കളത്തിൽ ചങ്കുറപ്പോടെ ചങ്കൂറ്റത്തോടെ ചങ്കു പൊട്ടിച്ചൊരു കളിക്കളം കയറിൽ പിരിച്ച് നേടിയെടുക്കാൻ ഉറച്ച് കാലഘട്ടത്തിന്റെ പോരാളി കൂട്ടുകളായി കളിക്കളത്തിലേക്ക് നടന്നു കയറിയ ചരിത്രമുള്ളവർ മലപ്പുറത്തിന്റെ പേരും പെരുമയും ഒരുപക്ഷെ കാൽപന്ത് കളിക്ക് ശേഷം പിന്നീട് കമ്പവലിയുടെ കളരാട്ടങ്ങളുടെ നടുത്തളത്തിനോട് എഴുതി ചേർത്ത് കൊടുത്ത 3 അക്ഷര കൂട്ടുകൾ തുന്നിച്ചേർത്തെടുത്ത 2 കുപ്പായങ്ങള് അണിയിച്ചരശ്വരമാക്കി 2 കരകളിലേക്കുമായി തിരിഞ്ഞൊരു പടയോട്ടത്തിന് കളമൊരുക്കുന്നവർ കൈയടിച്ച് പ്രത്യേകിച്ച് ഫാൻ ബൈസ് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കൈയടിത്താളം അത് ചെമ്മലശ്ശേരിയുടെ പടക്കളത്തിന് ഊട്ടിയുറപ്പിക്കുന്ന ഒരു പോരാട്ടത്തിന് കളമൊരുക്കാൻ ഉറച്ച് പൊന്നും വില പറഞ്ഞുറപ്പിച്ച 2 ടീമുകളുടെ തേരോട്ടങ്ങളിലേക്ക് കളി ഒരുപാട് കണ്ട കളിക്കൂട്ടുകാർ വടംവലിയുടെ താരലോകത്ത് സുന്ദര പുരുഷനെന്നവർ നമ്മളെല്ലാം വാഴ്ത്തിപ്പാടിയ നൌഷാദുള്ള ഒറ്റയാന്റെ തോളേറി ഒരുപാട് ആഹാ എടപ്പാളിന്റെ പടയാളികളെന്നാൽ മറുപുറത്ത് പരാജയപ്പെടാൻ മനസ്സില്ലാത്തൊരു പരിശീലകൻ കരക്കിരിക്കുന്നുണ്ട്. അവരുടെ പോരാളിക്കൊണ്ട് കളിക്കളത്തിലേക്ക് ആഹാ ഫ്രണ്ട്സ് എടപ്പാളിന്റെ പോരാളികൾ കൈയടിച്ചാൽ ചെമ്മലശ്ശേരിയുടെ പടയേറ്റ വേദിയിലേക്ക് ആവേശത്തിന്റെ തീരം നടന്നൊരു പടക്കളത്തിന് സാധ്യത നേടി കടന്നെത്തിയ 14 കളിക്കൂട്ടുകാർ ആര് വാണാലും ആര് വീണാലും അത് ചെമ്മല കുപ്പായത്തിന് നഷ്ടമെന്ന് തന്നെ എഴുതി ചേർക്കേണ്ടുന്ന ഒരു പോരാട്ടമിത്. ആര് കളിവിജയം കൈപ്പിടിയിൽ ഒതുക്കിയാലും അത് ചെമ്മലയുടെ കണക്കിലാക്കേണ്ടുന്ന ഒരു പോരാട്ടത്തിലേക്ക് 2 ടീമുകളുടെ തേരോട്ടം വിട്ടുകൊടുക്കാനോ തിരിഞ്ഞു നോക്കി നിൽക്കാനോ നേരമില്ലാത്തൊരു പടയോട്ടത്തിലേക്ക് പട നയിക്കുന്നവരുടെ പടക്കം തേച്ചു മിനുക്കി എടുക്കുന്ന 2 ടീമുകൾ 14 കായിക പടയാളികൾ ആവേശത്തിന്റെ തീരം പെട്ട ഒരുപാട് കളിക്കൂടാരങ്ങൾ തച്ചു തകർത്ത് കടന്നുപോയ ചരിത്രമുള്ള ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങളായി 2 ടീമുകൾ 14 കായിക താരങ്ങൾ ചെമ്മലശ്ശേരിയുടെ പടക്കളത്തില് ഒന്നിനൊന്ന് മെച്ചമായ കളിയാട്ടത്തിലേക്ക് മറ്റൊരു പെരുങ്കളിയാട്ടമില്ലേ തിരിച്ചു പോക്കില് കളമൊരുക്കുന്ന കളിക്കൂട്ടികൾ കാത്തുവച്ചിരിക്കുന്ന കളനാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കലക്കിരിക്കുന്നവരുടെ കൈയടിത്താളം മുഴങ്ങട്ടെ, ആവേശത്തിന്റെ പ്രതിഭാവട്ടെ. ഇത് ചെമ്മലശ്ശേരിയുടെ പുറക്കളം നിന്ന് കത്താൻ പോകുന്നു. കൈയടിച്ച് കായികപ്രേമികളുടെ കയ്യടിയുടെ ലഹരിയിൽ തന്നെ ആറ്റുമാറ്റി പോറ്റി വളർത്തിയവരെ പോലെ അണിഞ്ഞ കുപ്പായത്തിന് വേണ്ടി കനക കിരീടത്തിന് സമാനമായ ഒരു പടയോട്ടം ഇവിടെ പരാജയമത് മരണതുല്യമായ മത്സരത്തിന്റെ പാണ്ഡാവിലേക്ക്
രണ്ട് ടീമുകൾ പതിനാറ് സൂപ്പർ പോരാട്ടം.